ഹായ്. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, ചെറുതായിട്ട്. അപ്പൊ ചിലപ്പോ എന്റെ ശബ്ദം പാറപ്പുറത്ത് ഇറക്കണ പോലെ തോന്നും. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ക്ഷമിക്കണേ. എന്റെ മാത്രവും അതുപോലെ തന്നെ നിന്നിലലിയാനും ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചതിൽ അതിലിന്ന് വിഷയം ഉണ്ടാവൂല. പക്ഷെ ഇതിൽ ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന്, എന്തെങ്കിലും എന്റെ സൗണ്ട് കൊണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണേ. രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. വൈകുന്നേരത്തോടു കൂടി 4 പേര് ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി. ഐഷു അമ്മയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. എൻ ചേച്ചി. അപ്പുവിന്റെ വിളി കേട്ടത് ഐഷു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവന് സങ്കടം വരുമ്പോൾ മാത്രമാണ് അങ്ങനെ വിളിക്കുക. ഓട്ടേടാ. അളിയ, പെങ്ങളെ നോക്കണം. തലയിൽ ഒന്നും ഇല്ലാത്തതാ, സൂക്ഷിക്കണം. ഐഷു അപ്പുവിനെ ഇപ്പൊ കൈ കെട്ടിയ കൊല്ലൂന്നും പറഞ്ഞിരിക്കുന്നത്. തിരുവാതം കണ്ട് ചിരിച്ചുകൊണ്ട് അച്ഛനോടും അമ്മയോടും അപ്പുവിനോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാറ് ചലിക്കുന്നതിനനുസരിച്ച് ഐഷു കൈകൾ വീശി നിറകണ്ണുകളോട് നോക്കിയിരുന്നു. കൃഷ്ണേട്ടാ, നമ്മുടെ മോള്. എന്താടോ? അച്ഛാ, അമ്മേ, ചേച്ചി. അപ്പു കൃഷ്ണനെയും മാലതിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എത്രയൊക്കെ കീരിയും പാമ്പും തല്ലുപിടിക്കുമെങ്കിലും രണ്ടാൾക്കും ജീവനാണ്. കൃഷ്ണനും ആകെ വിഷമമായി. രണ്ടുപേരുടെയും കരച്ചിൽ അയാളെ അത്രത്തോളം തകർത്തു. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. കാറിലിരിക്കുമ്പോൾ ഐഷു കരച്ചിലാണ്. ദ്രൗപതിയെ കാറൊന്ന് സൈഡാക്കി പതിയെ ഐഷുവിന്റെ സീറ്റ് ബെൽറ്റ് വരും തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ മുഴുവനായി വിഴുങ്ങി. തേങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ പതറിയെങ്കിലും അവൾക്കും അതൊരാശ്വാസമായിരുന്നു. ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് അവൾ അത് സ്വീകരിച്ചു. അവളൊന്ന് നോക്കിയായാലും ധ്രുവ് ചെണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് നോക്കി. കണ്ണും മൂക്കും മുഖമെല്ലാം ചുവന്ന് കിടപ്പുണ്ട്. ഐഷു പതിയെ കണ്ണുകൾ തുറന്നു തന്നെ തന്നെ നോക്കിയിരിക്കുന്നു. ധ്രുവിനെ കണ്ടത്. എന്താ ഐഷു? എന്ത്? അല്ല, എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എങ്ങനെ? ദേ മനുഷ്യ, എനിക്ക് ദേഷ്യം വരുവേ. ആഹാ, എന്റെ ഭാര്യ പഴയ ഫോമിലായ. ധ്രുവ് നേരെ സീറ്റിലേക്ക് ഇരുത്തി കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അച്ചുവിന്റെ അവസ്ഥയും മറിച്ചല്ല. അമ്മയെ ഒറ്റക്കാക്കി പോകുന്നതിന്റെ സങ്കടമുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. അച്ചു അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. രമാമ, നിമ്മി ചേച്ചിയോടും അരുണേട്ടനോടും ഉണ്ണിയേട്ടനോടും അന്വേഷണം പറഞ്ഞു. പറയാടി എന്റെ കുറുമ്പി, നീ സമാധാനത്തിൽ പോയോ? അച്ചു ഒന്നും കൂടി വൈദ്യുവിനെ കെട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. രാത്രിയോടുകൂടി 4 പേരും കൃപത്തിലെത്തി. വാ മക്കളെ. അച്ചുവിനെയും ഐഷുവിനെയും കണ്ട കിച്ചോമ്മ വിളിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇരുവരോടുമായി ചോദിച്ചു. ഉവ്വമ്മ, സുഖം. എന്നാ മക്കൾ പോയി കിടന്നു. ക്ഷീണമുണ്ട് രണ്ടുപേരുടെയും മുഖത്ത്. അമ്മ, ദാദി ദാദാ. അമ്മയും അച്ഛനും ഉറങ്ങി. മക്കൾ പോയി കിടന്നു. കഴിച്ചിട്ടാണോ വന്നേ? വരുന്ന വഴി കഴിച്ചു, ദശു വന്നുകൊണ്ട് പറഞ്ഞു. എന്നാ ചെല്ലി. 4 പേര് മുകളിലെത്തിയത് ദശ അച്ചുവിനോടും ഐഷുവിനോടും കൂടി പറഞ്ഞു. നാളെ മുതൽ ഓഫീസിലെത്തിക്കോണം, പഴയതുപോലെ അല്ല. ഞങ്ങളോ? ഐഷു അറിയാതെ ചോദിച്ചു പോയി. അതില്ലോ എന്റെ അനിയത്തി കുട്ടി. ദശ, അല്ല, നാളെ കൂടി ലീവ് എടുത്തോട്ടെ. മറ്റന്നാള് പോരെ ദശേട്ടാ? പോരാ, ദശ മറുപടി പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി. ഓക്കെ അച്ചു, സന്തോഷമായി. എന്നാ നീ പോയി കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റാ. ഐഷു നേരെ മുറിയിലേക്ക് കയറി. ബെഡിൽ ഒറ്റ കിടപ്പാണ്. നിനക്കൊന്ന് ഫ്രഷ് ആയിട്ട് കിടന്നൂടെ? ഓ പിന്നെ, ഇപ്പൊ ആദ്യരാത്രി കുളിച്ച് എവിടെ പോകാനാ? അത് പോ മനുഷ്യ. നാളെ മുതൽ വർക്കിൽ കയറിയ പിന്നെ ഭാര്യയൊന്നും ഭർത്താവൊന്നും ഒരു പരിഗണന ഉണ്ടായില്ല. ഷാർപ്പ് ടൈമിൽ തന്നെ ഓഫീസിലെത്തിക്കോണം, കേട്ടോ? യെസ് സാർ. തെണ്ടി, ഞാൻ തരുന്നുണ്ട്. ഓഫീസിലൊന്നും എത്തിക്കോട്ടെ. പിറ്റേന്ന് രാവിലെ തന്നെ അച്ചുവും ഐഷുവും റെഡിയായി ഹാളിലെത്തി. ഇന്ന് 2 മക്കളും സുന്ദരിയായിട്ടുണ്ടല്ലോ. 2 പേർക്കും ഓരോ ഉമ്മ കൊടുത്തുകൊണ്ട് ചുമ പറഞ്ഞു. താങ്ക് യു അമ്മ. ഓഫീസിൽ പോണ്ടേ? വേഗം കഴിച്ചോ. അല്ല അമ്മ, ഞങ്ങൾ സഹായിക്കാം. വേണ്ട മക്കളെ, അതിനോട് സർവന്റ് ഉണ്ട്. മക്കൾ കഴിക്കാൻ നോക്ക്, ഇല്ലേ അവന്മാര് വന്നാൽ മക്കൾക്ക് തന്നെ പണിഷ്മെന്റ് കിട്ടും. സ്വന്തം മക്കളായോണ്ട് പറയല്ലേ.
ജോലി കറക്റ്റ് പഞ്ച്വാലിറ്റിയാണ്. തീർച്ചയായിട്ടും കാലം ഇവിടുന്ന് കഴിക്കില്ലേ? ഐഷു പെട്ടെന്ന് പറഞ്ഞു. എന്താ ഐഷു എന്റെ മോനെ വിളിച്ചേ? സോറി അമ്മ. പെട്ടെന്ന് കിച്ചുവിന്റെ മുഖം മാറിയത് ഐഷു ഒന്ന് പേടിച്ചു. ഏയ് അമ്മ ചുമ്മാ വെറുതെ പറഞ്ഞതാ. അപ്പൊ പേടിയൊക്കെ ഉണ്ട് എന്റെ ഐഷു മോൾക്ക് അല്ലേ? പിന്നെ ഇല്ലാതിരിക്കൂ. പിന്നെ നല്ല ജീവനങ്ങ് പോയി. ചെല്ല് മക്കൾ കഴിക്കാൻ നോക്ക്. കാറിലെ ഇരുവരും പുറപ്പെട്ടു. പോകും മുന്നേ ഇരുവരും ദാദിക്കും ദാദയുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ് ഓഫീസിൽ പോയത്. ഓഫീസിൽ കയറിയപ്പോ തന്നെ കണ്ടു തന്നെയെ ഐശ്വര്യ ദേഷ്യത്തോടെ നോക്കി. ഒറ്റപ്പോക്ക്. അവളുടെ മുഖഭാവം കണ്ടാത്തോന്നു അവളാണ് ഇവിടുത്തെ MD ഭാര്യയെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്ക ഐഷു. ഗുഡ് മോർണിംഗ് മാം. ഐഷു അച്ചു നടക്കുന്നതിനനുസരിച്ച് എല്ലാ സ്റ്റാഫും അവരെ വിഷ് ചെയ്തു. ഒരാളുടെ ദോഷത്ത് അച്ചു വലദോഷത്തുമാണ് നടക്കുന്നത്. ഗുഡ് മോർണിംഗ്. ചിരിച്ചുകൊണ്ട് ഇരുവരും തിരികെ വിഷ് ചെയ്തു. ഐഷു ധ്രുവിന്റെ ക്യാബിനിലേക്കും അച്ചു ദശന്റെ ക്യാബിനിലേക്ക് നടന്നു. ആദ്യം അച്ചുവിന്റെ അടുത്തേക്ക് പോവാം. അച്ചു ഡോർ തുറന്നു. നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് തന്നെ അച്ചു പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു കഴിഞ്ഞത് ദശ അകത്തേക്ക് വന്നു. അച്ചുവിനെ ഒന്ന് നോക്കി തന്റെ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ മുന്നിലെ ലാപ്ടോപ്പിലേക്ക് നോട്ടമിട്ടു. അച്ചു നേരത്തെ ചെയ്തത് തന്നെ ഇപ്പോ ചെയ്യുന്നു. ഒരു ഭാഗത്ത് സംശയം വന്നത് അവൾ ദശനെ വിളിച്ചു. ദശേട്ടാ. ലാപ്പിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്നവൻ അവളുടെ വിളി കേട്ട് മുഖം ഉയർത്തി നോക്കി. പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ ഹേ? അത് പിന്നെ ഇവിടെ ഒരു സംശയം. അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. പിന്നെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ അതിലേക്ക് നോക്കി. അവളുടെ ഷോൾഡർ താടി പൊട്ടിച്ചുകൊണ്ട് ഇരുവശത്തും കൈകുത്തിയിരുന്നു. പതിയെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അച്ചുവിന്റെ സ്ഥിതി മറിച്ചായിരുന്നു. ഓരോന്ന് അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അവന്റെ നിശ്വാസം മുഖത്തടിക്കുന്നതിന് ശരീരം കുളിരി കയറിപ്പോയി. അഹി, മനസ്സിലായോ? അഹി. അച്ചുവിനെ വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ലെന്ന് തോന്നിയത് ഇടുപ്പിലോട് നുള്ളു വെച്ചു കൊടുത്തു. തന്റെ ഇടുപ്പിലൊന്ന് തഴുകിക്കൊണ്ട് അവൾ ദശിനെ നോക്കി. ഒന്നുമില്ല. അവന്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു. വേഗം ഫിനിഷ് ചെയ്യ്, ഒരു മീറ്റിംഗ് ഉണ്ട്. അച്ചു വേഗം തന്നെ എങ്ങനെയൊക്കെയോ അത് ഫിനിഷ് ചെയ്തു. ഇല്ല രണ്ടാമത് ചെക്കനോട് ചോദിച്ച ടെററാവോന്നറിയാം. ദശേട്ടാ കഴിഞ്ഞു. വാ. രണ്ടുപേരും ഇറങ്ങി. ഐഷു ഡോർ തുറന്നതും തന്റെ പഴയ സ്ഥലം എന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. അവിടെ ഇരുന്ന് തന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ധ്രുവ് കയറി വന്നു. ഇഷ, ഇഷ. ധ്രുവ് വിളിച്ചിട്ട് വിളി കേൾക്കാതിരിക്കുന്നത് കണ്ട് ധ്രുവിന് ദേഷ്യം ആളിക്കത്തി. ഐശ്വര്യ. ഒരലർച്ചയോടെ അവൾ വിളിച്ചത്. യെസ് സാർ. നിന്നെ എത്ര നേരം ഞാൻ വിളിച്ചു? ഐഷുവിന്റെ കയ്യിൽ പിടിച്ച് എന്റെ നേർക്കാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അതെ, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, ബോസ് ആൻഡ് സ്റ്റാഫാണ് കേട്ടോ. ഓഹോ, അപ്പൊ മോള് രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? യെസ്. അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ ശരിയാക്കി തരാടി. 5 ഫയൽസ് ഉണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിയിരിക്കണം. എന്തേ? ചെയ്യാം സാർ. അവൻ കയ്യിലുള്ള ഫയൽസ് ടേബിളിന് മുകളിൽ വെച്ച് നേരെ അവന്റെ ചെയറിൽ പോയിരുന്നു. ഇടയ്ക്ക് അവളെ നോക്കാനും മറന്നില്ല. ഓരോന്ന് നോക്കും തോറും പെണ്ണെന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവൻ വർക്കിലേക്ക് തിരിഞ്ഞു. ലഞ്ച് ബ്രേക്ക് ആയത് ഐഷ ധ്രുവിനെ നോക്കാതെ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അവളുടെ വീർത്ത മുഖം കണ്ടത് ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ പുറകെ. ക്യാൻറ്റീനിൽ ചെല്ലുമ്പോ എല്ലാവരും ഉണ്ട്. എടി ഐഷു, നിനക്ക് സുഖമല്ലേ? MD ഭാര്യയല്ലേ? അവിടെ വെറുതെ ഇരുന്നാ പോരെ? ദേ മനു, എനിക്ക് ചൊറിഞ്ഞു കേറിയിരിക്കോ? എന്താടി? ഗീതു ഭാര്യയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ മതി. ഇന്നലെ തന്നെ പറഞ്ഞു വർക്കിൽ കോംപ്രമൈസ് ഇല്ലെന്ന്. അപ്പോഴാ ദേ ടേബിളിൽ തന്നെ ഉണ്ട് 5 ഫയൽസ്. അതും വൈകുന്നേരത്തിനുള്ളിൽ കറക്റ്റ് ചെയ്യണമെന്ന്. ഓ, അപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾക്ക് എന്താ കുഴപ്പം? അല്ല, ദശ് സാറും അച്ഛനും കൂടി പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആണോ? എന്നാ വല്ല മീറ്റിംഗും ഉണ്ടായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങൾക്ക് പണ്ടത്തേതിനേക്കാളും പണി കൂടിയെന്ന് സാരം. കാർത്തിക്. ഞാൻ പോട്ടടി. നിങ്ങൾക്കില്ലേ ഫയൽസ്? ഇത്രയും ദിവസം ലീവ് എടുത്തല്ലേ, അതാണൊരു മനസ്സുഖം. കൂടി. ഐഷ വീണ്ടും തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു. 5 മണിയായത്. 4 എണ്ണം ഒരുവിധം കറക്റ്റ് ചെയ്തു. ഇനി ഒരു ഫയലും കൂടിയുണ്ട്. 1 മണിക്കൂർ കിട്ടിയാലും ഈ ഫയൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല. എന്നാലും നോക്കാം. 6 മണി വരെ ഉണ്ടല്ലോ. ഐശ്വര്യ, ഫയൽസ് എല്ലാം നോക്കിയോ? ഇല്ല സാർ, ഒരെണ്ണം കൂടിയുണ്ട്. വേഗം വേണം. പറഞ്ഞ ടൈമിൽ തീർത്തില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. അവൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ. ഫയൽസ് നോക്കിയിട്ട്
അവൻ എന്താണ് പറഞ്ഞതെന്നൊന്നും ശ്രദ്ധിക്കാതെ അവൾ മറുപടി പറഞ്ഞു. അത് കേട്ടവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഫയൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞത് ഐഷു വേഗം തന്നെ ധ്രുവിന്റെ അടുത്തെത്തി. ഫയല് ഇപ്പൊ എത്ര ടൈമായി? അതിപ്പോ ഐഷു വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കി. 6:50. ഓഫീസ് ടൈം എത്ര മണി വരെയാ? അത് 9 to 6. 50 മിനിറ്റ് ലേറ്റ് ആയി. അതിനെന്നോട് വർക്ക് നിർത്താനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞില്ല. പക്ഷെ നീയല്ലേ നിന്റെ ടൈം നോക്കിയെല്ലാം ചെയ്യേണ്ടത്. ഐഷു അവനെ കണ്ണുരുട്ടി കാണിച്ചു. നിന്റെ ജോലി ഫയൽസ് നോക്കുക മാത്രമല്ല, കൂടെ എന്റെ PA പോസ്റ്റും ഉണ്ട്. അത് നോക്കിയോ? ഇല്ല. അതാണ് പറഞ്ഞത്, നീ ഫയൽസ് നോക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറയുന്നത് എന്ത് നീ ചെയ്യണം? പറ്റില്ല, ഐഷു ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. വൈ? കാരണം ഇതിനു മുമ്പ് സാറിന് 7 മണി വരെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സോ ആ ടൈം പോലും ആയിട്ടില്ല. അത് ഞാൻ നിനക്ക് ഇവിടെ ഇരുന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ ടൈം തന്നതാ. അതിന് എന്തൊക്കെ പറഞ്ഞാലും നീ ഞാൻ പറയുന്ന പണിഷ്മെന്റ് ചെയ്യണം. എന്തോന്ന്? 50 മിനിറ്റ് ലേറ്റ്. സോ 50 ഉമ്മ തരണം. അത്രയുള്ളോ? എന്താ പറഞ്ഞേ? അവൻ പറയുന്നത് ആദ്യം നിസ്സാരമായി എടുത്തു, പിന്നെ നെട്ടിക്കൊണ്ട് ചോദിച്ചു. ഉമ്മ തരണോന്ന്? അതൊന്നും പറ്റില്ല. വീട്ടിൽ ചെന്നിട്ട്. വീട്ടിൽ വെച്ച് പിന്നെ ഇവിടെയുള്ള പണിഷ്മെന്റ് ഇവിടെ ഈ ഓഫീസിൽ എന്റെ റൂമിൽ വെച്ച് തന്നെ തീർക്കണം. ശരി, ഐഷു ഒരു നിവൃത്തിയുമില്ലാതെ സമ്മതിച്ച്. കവിളി കൊടുത്താ മതിയല്ലോ. കവിളിലല്ല, പിന്നെ ഇവിടെ. തന്റെ ചുണ്ടു തൊട്ട് കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓക്കെ, അവനെ പല്ല് കടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐഷു പതിയെ അവന്റെ ചെയറിനരികിൽ വന്നു നിന്നുകൊണ്ട് അവന്റെ ചുണ്ടിൽ പതിയൊന്ന് മുത്തി. 1 കൂടെ കൈകൊണ്ട് എണ്ണുകയും ചെയ്തു. ഇങ്ങനെയല്ല. പിന്നെ? ഐഷുവിന്റെ ഇടുപ്പിൽ പിടിച്ചു പൊക്കി ടേബിളിലിരുത്തി അവളെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും മുഖം തമ്മിൽ ഒരേ ഉയരം. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ ആകാംക്ഷയോട് നോക്കിയാണ് അവൾ. പതിയെ അവളുടെ തലയ്ക്ക് വിറയിൽ കൈവച്ചുകൊണ്ട് അവളുടെ ഇരു ചുണ്ടുകളും വായിലാക്കി നിന്നു. പതിയെ നാവ് കൊണ്ടൊന്ന് തലോടിയതും ഐഷു ഞെട്ടി. ഒന്നുകൂടെ ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ അവളിൽ നിന്നും അകന്നു മാറി. ഇങ്ങനെ 50 എണ്ണം നൽകണം. ഐഷു ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. വേഗം വേണം. ഇപ്പൊ തുടങ്ങിയ 8 മണിയാകുമ്പോ വീട്ടിൽ പോകും. ഐഷുവിന് ആദ്യം ഒരു ചമ്മല് തോന്നി. അന്ന് അവൻ നൽകിയ ചുംബനം പിന്നീട് എപ്പോഴും താൻ ഏറ്റെടുത്തിരുന്നു. ഇതിപ്പോ ആകെ ഒരു വിറയലും വെപ്രാളവും. ഐഷു ഒരുവിധം കണ്ണുകൾ അടച്ചുകൊണ്ട് അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തുകൊണ്ട് നിന്നു. അവൻ ആ നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വീകരിച്ചു. 1. വീണ്ടും ഒന്നുകൂടെ ശ്വാസം എടുത്തുകൊണ്ട് അവന്റെ ചുണ്ടുകളെ ചുംബിച്ചു. 50 എന്നും പറഞ്ഞുകൊണ്ട് ചുണ്ട് പുറത്തേക്കെടുത്തത് ധ്രുവ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചുകൊണ്ട് ആ ചുംബനം ഏറ്റെടുത്തു. അത് തീവ്രമായി തന്നെ ഒരിറ്റുവായു പോലും അകത്തേക്ക് കയറാതെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിച്ചിരുന്നു. ശ്വാസം കിട്ടാതെ ഐഷു അവന്റെ തോളിൽ തല്ലുകയും പിച്ചുകയൊക്കെ ചെയ്തു. ഒടുവിൽ കാലുകൾ അവന്റെ ഇരുവശത്തേക്ക് വിട്ട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ കുറച്ച് കപ്പാസിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ, അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴും അവൾ ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിക്കുന്ന തിരക്കിലായിരുന്നു. തുടരും.